അപ്പോൾ മക്കളെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഈ രണ്ട് ചാപ്റ്ററുകളിലായിട്ട് രണ്ടും കണക്റ്റഡ് ആണ്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചോദിക്കാൻ പറ്റും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് പ്രോബ്ലംസ് കൂടുതൽ ചെയ്ത് പഠിക്കണം. ഓർഗാനിക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടു പഠിക്കാൻ ഒരു ചാപ്റ്റർ അല്ല, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോഴാണ് ഇങ്ങനത്തെ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യണം, വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മുഴുവൻ കണ്ടതിന് ശേഷമാണ് കമൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് മൂന്നാമത് ഒരു ചാപ്റ്റർ കൂടി ഉണ്ടായിരുന്നല്ലോ, തേർഡ് ചാപ്റ്റർ. അതായത് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ് കേട്ടോ. പീരിയോഡിക് ടേബിളിന്റെ ചാപ്റ്ററിൽ നമുക്ക് സ്ഥിരമായിട്ട് എന്നും വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ ക്വിക്കായിട്ട് പറഞ്ഞു പോവാണ്. സ്ഥിരമായിട്ട് എന്നും വരുന്ന ഒരു പ്രോബ്ലമാണ് ഇത് അല്ലേ. വിച്ച് among the following subshell are not possible? പോസിബിൾ അല്ലാത്ത സബ്ഷെൽ ഏത്? അപ്പോൾ ഏതൊക്കെ സബ്ഷെല്ല് നമുക്ക് അറിയാം. നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിൽ ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, എസ് ആണ്. സെക്കൻഡ് ഷെല്ലിലോ എസും പിയും ഉണ്ട്. തേർഡിലാണെങ്കിൽ SPD, ഫോർത്തിലാണെങ്കിൽ SPDF, ഫിഫ്ത്തിലാണെങ്കിലോ SPDF തന്നെയാണ് കേട്ടോ. സിക്സ്ത്തിലാണെങ്കിലോ SPDF തന്നെയാണ്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നാലുള്ളൂ. സെവൻത്തിലാണെങ്കിൽ SPDF, എയ്ത്തിലാണെങ്കിൽ ആൻസർ എയ്ത്ത് ഷെല്ല് നമ്മൾ ഇതിലേക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. റെഡി? ഓക്കെ, യെസ്. അപ്പം എങ്ങനെ വേണമെങ്കിലും പറ്റിക്കപ്പെടാം. ശരി, അപ്പം ഇതിൽ 2P ഉണ്ടാവൂലേ? യെസ്. സെക്കൻഡ് ആണെങ്കിൽ എസും പിയും ഉണ്ട്. 6S പോസിബിൾ അല്ലേ? യെസ്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സബ് ഷെൽ ഏതാ? അത് എസ് ആണ്. ഏത് ഷെല്ല് എടുത്താലും അതിൽ എസ് സബ് ഷെല്ല് നിർബന്ധമാണ്. 3F ഉണ്ടാവുമോ? നോ, ഉണ്ടാവില്ല. കാരണം എന്തേ? 3S, 3P, 3D ഉണ്ടാവുള്ളൂ. കാരണം തേർഡ് ഷെല്ലിൽ 3 സബ് ഷെല്ലേ പോസിബിൾ ഉള്ളൂ. 5D പോസിബിൾ അല്ലേ? യെസ് ആണ്. 5 ആയതുകൊണ്ട് എസും പിയും ഡിയും എഫ് ഒക്കെ പോസിബിൾ ആണ്. ഓക്കെ, 4S പോസിബിൾ ആണ്. 1P ഉണ്ടാവുമോ? ഇല്ല. 1ല് 1S മാത്രമേ ഉള്ളൂ. 1P 1D ഉണ്ടാവുമോ? ഇല്ല. യെസ്. അപ്പൊ ഈ രൂപത്തിൽ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ 3Fഉം 1P ആണ് ഇതിൽ പോസിബിൾ അല്ലാത്ത സബ് ഷെല്ലുകളായിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെന്റ് ഈസ് 16. Write the subshell electron configuration of the given element. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇത് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. 1s2 2s2 അങ്ങനെ എല്ലാവർക്കും അറിയാം അല്ലേ. 1s2 2s2 2p6 3s2 3p6 3p6 കഴിഞ്ഞാൽ പിന്നെ 3D അല്ല 4s2 എന്നിട്ടാണ് 3Dയിലേക്ക് പോവുക എന്നുള്ള കാര്യം മറക്കണം. നിങ്ങളോട് മാക്സിമം ഒരു 30 വരെയൊക്കെ ചോദിക്കുള്ളൂ കേട്ടോ. ഒരു 30 വരെയുള്ളതൊക്കെ ഏത് കിട്ടിയാലും അറ്റോമിക് നമ്പർ കിട്ടിയാൽ ആൻസർ കാണാൻ നമുക്ക് പറ്റുമല്ലോ. സിമ്പിൾ അല്ലേ? ഓക്കെ, യെസ്. അപ്പോൾ ഇയാളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇപ്പോൾ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന ഉറപ്പുള്ളതുകൊണ്ട് ആദ്യമേ തൊടുന്നില്ല. ഇനി വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പുതുതായി ഈ വർഷം ആഡ് ചെയ്തത്. ഓക്കെ, ശരിക്കും ഇത് +1 +2 പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മളെ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി ആയിരുന്നു. അതെന്ത് ചെയ്തു, ഇപ്രാവശ്യത്തെ നമ്മളെ ഹൈസ്കൂൾ ലെവലിലേക്ക് ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അവിടെ തന്നെ ഈ ഒരു ഐഡിയ നമുക്ക് കൃത്യമായിട്ട് വേണം. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് നമുക്കറിയാം 4 ക്വാണ്ടം നമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ഇത് അല്ലേ. നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, അങ്ങനെ തുടങ്ങിയ 4 പേരുകൾ. ഓക്കെ, അതിന് ഓരോ ലെറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ വാല്യൂ കാണാൻ നമുക്കറിയണം. അത് വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഫൈൻഡ് ദ വാല്യൂ ഓഫ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എല്ലാവർക്കും അറിയാം. 1s2 2s2 16 അല്ലേ. 2p6 ടോട്ടൽ 10 ആയി. 3s2 12 ആയി. 3p4 അല്ലേ. 3s2 3p4 എത്രയായി? 16 ആയി. യെസ്. ഇനി ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ക്വാണ്ടം നമ്പേഴ്സ് n ആൻഡ് l. ഓക്കെ, n ആണ് പ്രിൻസിപ്പൽ, l അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ്. ഓഫ് ദ ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഓഫ് ഇറ്റ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഒരു ഐഡിയ വേണം. നമ്മൾ അതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി 3p4 വരെ. ഇത് ആക്ച്വലി നമുക്കറിയാം 16 എന്ന് പറയുമ്പോൾ സൾഫർ ആറ്റത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നുണ്ടാവുക അല്ലേ. യെസ്. ഇനിയോ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ ഏതാണ്? 3p ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വാണ്ടം നമ്പർ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അതായത് n-ന്റെ വാല്യൂ 3 ആയിരിക്കും. 3 ആയിരിക്കും ഉണ്ടാവുക. കാരണം എന്താ, ഷെൽ നമ്പർ ആണ് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലേ. തേർഡ് ഷെല്ലിലാണല്ലോ പി സബ് ഷെല്ല്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും n ആയിട്ട് വരിക, ദാറ്റ് ഈസ് 3. ഓക്കെ, ഇനി ഈ പറഞ്ഞ l അഥവാ അസിമുത്തൽ ക്വാണ്ടം നമ്പർ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അതിലുള്ള സബ്ഷെൽ ഏതാണെന്നാണ്. n-ന്റെ വാല്യൂ എത്രയാണോ അല്ലേ, l-ന്റെ വാല്യൂ, ഇപ്പം n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ l-ന്റെ വാല്യൂ 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ l 0 എന്ന് പറഞ്ഞാൽ ഏതാ? എസ് സബ്ഷെല്ലാണ് എന്നാണ്.
ഓക്കെ. എന്നാൽ എന്നിന്റെ വാല്യൂ 2, നമുക്കറിയാം സെക്കൻഡ് ഷെല്ലിൽ 2 സബ് ഷെല്ലുകൾ ഉണ്ട്. ഏതൊക്കെയാണ് വരിക? L0 വരാം, L1 വരാം, അഥവാ S വരാം, P വരാം. മക്കളെ ഇവിടെ ഏതാ? P സബ് ഷെല്ലല്ലേ? അപ്പൊ Lന്റെ വാല്യൂ എത്ര വരൂടാ? P ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി എന്നിൻ്റെത് 3 ആയിരുന്നെങ്കിലോ നമുക്കറിയാം S വരും, P വരും, D വരും, അഥവാ 0 വരും, 1 വരും, 2 വരും. അഥവാ എന്നിന്റെ വാല്യൂവിന്റെ -1 ആണ് Lന്റെ വാല്യൂവിന്റെ സ്റ്റാർട്ടിങ് വരിക അല്ലെ. N-1ന്റെ -1 ചെയ്താൽ 0, 2ന്റെ -1 ചെയ്താൽ അല്ലെ 0 വരാം, 1 വരാം. ആ രൂപത്തിൽ അതിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു നമുക്ക് ചോദിക്കാം. റെഡി? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു മക്കളെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓറിയന്റേഷൻ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ അല്ലെ. അപ്പൊ ഓറിയന്റേഷൻ നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്? അത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്, തേർഡ് ടൈപ്പ് അല്ലെ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. അതിന്റെ വാല്യൂ ഇങ്ങനെ നമ്മൾ കാണല്ലേ അല്ലെ. Lന്റെ വാല്യൂ എത്രയാണോ അല്ലെ, ആ വാല്യൂവിന്റെ കൂടെ 2 × +1 അടിക്കണം. ഓക്കെ. Lന്റെ വാല്യൂ എത്രയാണോ അതിന്റെ കൂടെ എന്ത് ചെയ്യണം? 2L +1 ചെയ്താലാണ് നമ്മൾ പറഞ്ഞ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ കിട്ടുക. അപ്പൊ Lന്റെ വാല്യൂ എത്രയാണ് അവിടെ? 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ പറഞ്ഞ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുമ്പോൾ 2 × Lന്റെ വാല്യൂ 1 +1, 2 × 1 2 +1 അടിച്ചാൽ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. വിച്ച് മീൻസ് ദർ ആർ 3 ഓറിയന്റേഷൻസ്. ഓക്കെ, 3 ഓറിയന്റേഷൻസ് ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. റെഡി? ഈ രൂപത്തിലാണ് എന്ത് വരിക? അതിന്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ സിമ്പിൾ ആണ്. ഷെൽ നമ്പർ ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതിലെ 0 ആണ് വാല്യൂ എങ്കിൽ S സബ് ഷെൽ, 1 ആണെങ്കിൽ P സബ് ഷെൽ, അതേപോലെ തന്നെ 2 ആണെങ്കിൽ D സബ് ഷെൽ, 3 ആണെങ്കിൽ F സബ് ഷെൽ. അതേപോലെ തന്നെ 2L +1 ആയിരിക്കും അതിന്റെ ഓറിയന്റേഷൻ പറയുന്ന മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ഉണ്ടാവും. റെഡി? അപ്പൊ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? വന്നാൽ നമുക്ക് ആൻസർ ചെയ്യാൻ കിട്ടണം. ഓക്കെ. ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ വർഷങ്ങളിൽ ഓൾറെഡി ഉള്ള സംഗതികൾ തന്നെയാണ് കേട്ടോ. ദ പൊസിഷൻ ഓഫ് 2 elements A and B in the periodic table are given below. Symbols are not real. അപ്പൊ എയും ബിയും ഉണ്ട്. 4th പീരീഡിലാണ് ഗ്രൂപ്പ് 2 ആണ് എങ്കിൽ എലമെന്റ് എ ആരാണ്? 3rd പീരീഡ് ആണ് ഗ്രൂപ്പ് 17 ആണ്. അപ്പൊ ഗ്രൂപ്പ് നമ്പറും പീരീഡ് നമ്പറും നമുക്ക് കിട്ടണം. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എ ആൻഡ് ബി ഇവിടെ ചോദിക്കുന്നുണ്ട്. എയുടെയും ബിയുടെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരിക എന്നുള്ളത്. എടാ, ഗ്രൂപ്പ് നമ്പർ 2 4th പീരീഡ്. 4th പീരീഡ് എന്ന് പറയുമ്പോൾ 4 ആണ് വരിക. ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ എസ് ആയിട്ടുള്ള ഓർബിറ്റൽ എസ് സബ്ഷെല്ലായിരിക്കും. എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 2 ഇലക്ട്രോൺ. കാരണം എന്തേ? ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ അവസാനത്തെ ഇലക്ട്രോൺ എൻറ്റർ ചെയ്തത് എസ് സബ്ഷെല്ലിലാണ്. അതിലെ 2 ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എസ്സിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതുതന്നെയാണ് ആ ഒരു എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്പർ. ഓക്കെ. അപ്പൊ 4s2 എൻഡ് ചെയ്യുക. 1s2 2s2 അങ്ങനെ പോയി 4s2 ആയിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക ഡാഷ്. നമുക്ക് ലാസ്റ്റ് ആള് മാത്രം മതി. ഗ്രൂപ്പ് 17 ആണ്, 3rd പീരീഡ് ആണ്. അപ്പൊ 3 വെച്ചിട്ടാണ് 17th ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എസ് ബ്ലോക്ക് അല്ല, സെന്ററിലുള്ള ഡി ബ്ലോക്ക് അല്ല, എൻഡിലുള്ള ഏറ്റവും റൈറ്റ് സൈഡിലുള്ള പി ബ്ലോക്കിലാണ് എൻഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ തന്നെ 17 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 5 ഇലക്ട്രോൺ ഉണ്ടാവും. കാരണം എന്തേ? പി സബ്ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ എൻഡ് ചെയ്താൽ അതിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ കൂടെ 12 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടുള്ളൂ മക്കളെ? ഈ പറഞ്ഞ ഗ്രൂപ്പ് നമ്പർ കിട്ടുള്ളൂ. അറിയാലോ? ഡി ആയിരുന്നുവെങ്കിൽ ഡിയിലുള്ള ഇലക്ട്രോണിന്റെ എണ്ണം തൊട്ട് സൈഡിലുള്ള എസിലുള്ള ഇലക്ട്രോൺ. അപ്പൊ 4s2 3d5. അപ്പൊ 4s2ന്റെ 2ഉം 3d5ന്റെ 5ഉം കൂടി കൂട്ടി ടോട്ടൽ 7. ഈ രൂപത്തിലാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കാണുക. അപ്പൊ ഇവിടെയാണ് 3p5 വന്നത്. ഇനി അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടി. ബാക്കി നമുക്ക് ഫില്ല് ചെയ്യാലോ. യെസ്. ഇനി റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി. എയും ബിയും കൂടി കമ്പൈൻ ചെയ്താൽ കിട്ടുന്ന മോളിക്യൂൾസിന്റെ കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല. അപ്പൊ മോളിക്കുലർ ഫോർമുല കിട്ടണമെങ്കിൽ എന്ത് വേണം മക്കളെ? അതിന്റെ വാലൻസി അറിയണം. എടാ, 4s2 സെക്കൻഡ് പീരീഡ് ആണ്. രണ്ടാമത്തെ പീരീഡിലുള്ള എസ് ബ്ലോക്കിലെ ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, ഇതിനൊക്കെ അത് തന്നെയാണ് വാലൻസി വരിക. ഓക്കെ. അപ്പൊ ഇയാളെ വാലൻസി എത്ര വരുന്നുണ്ടാവുക? 2 ആയിരിക്കും വാലൻസി. ഒന്നുകൂടി കറക്റ്റ് വരികയാണെങ്കിൽ
+2 വാലൻസി ആണ്. ഇയാൾ ഏതാ 17th ഗ്രൂപ്പാണ് മക്കളെ. 17th ഗ്രൂപ്പിന്റെ വാലൻസി ഹാലജൻസ് അല്ലേ 17th ഗ്രൂപ്പ്, 9ാം ക്ലാസ് പഠിച്ചല്ലേ. ഹാലജൻസിന്റെ വാലൻസി എപ്പോഴായിരിക്കും? -1 ആയിരിക്കും വാലൻസി. അപ്പൊ എ എന്ന് പറയുന്ന ആളുടേത് +2ഉം ബി എന്ന് പറയുന്ന ആളുടേത് -1ഉം. അത് നമുക്ക് വാലൻസി കിട്ടി. വാലൻസികൾ ഇന്റർചേഞ്ച് ചെയ്താൽ എയുടെ താഴെ 1 വരും, ബിയുടെ താഴെ 2 വരും. 1 കെമിസ്ട്രിക്കാരെ എഴുതുമോ? ഇല്ല, എഴുതൂല, ഇഷ്ടമല്ല. AB2 എന്നാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ എപ്പോഴും പോസിറ്റീവ് ചാർജ് ആണ് ആദ്യം വരുന്നത് ഉറപ്പുവരുത്തണേ, നെഗറ്റീവ് ചാർജ് അപ്പുറത്തായിരിക്കും വരുന്നുണ്ടാവുക. റെഡി? അപ്പൊ AB2 ഈസ് ദ ഫൈനൽ ആൻസർ. ഒന്നുമില്ല, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടു. ആ ഗ്രൂപ്പിന് വാലൻസി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ +1, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ +2. ഓക്കെ, പിന്നെ ഡി ബ്ലോക്ക് അല്ലേ, ഒരു ചിലപ്പോൾ +2 +3 എന്ത് വരാം, അത് നമ്മൾ ചോദിക്കൂല. പിന്നെ വരുന്നത് ഏതാണ്? ഹാലജൻസ്. 17th ഗ്രൂപ്പ് ആണെങ്കിൽ -1. തൊട്ടിപ്പുറത്തുള്ള 16th ഗ്രൂപ്പ് ആണെങ്കിലോ -2. ഓക്സിജനും സൾഫറൊക്കെ വരുന്ന ആ ഗ്രൂപ്പ് ആണെങ്കിൽ -2. പീരിയോഡിക് ടേബിളിനെ പറ്റി നല്ലൊരു ഐഡിയ എന്ത് ചെയ്യണം മക്കളെ? ഓൾറെഡി ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഗിവൺ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ റൈറ്റ് ദ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം Cr. യെസ്, അപ്പോൾ ദാ വേഗത്തിൽ നമുക്ക് പറയാം ക്രോമിയത്തിന്റെ കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതിൽ ഏതാണ് എന്നാണ്. നോക്കിക്കേ, ക്രോമിയം നമുക്കറിയാം 24 ആണ്. ഇവിടെ എത്തുമ്പോൾ എത്ര വരും? 3p6 എത്തുമ്പോൾ 18, then 4s20, 3d4 24. ഇവിടെ എത്തുമ്പോൾ 3p6 18, 4s1 3d5. ഏതാ മക്കളെ കറക്റ്റ്? സെക്കൻഡ് വൺ ഈസ് ദ കറക്റ്റ്. എന്തുകൊണ്ട് ഡി സബ്ഷെല്ലിൽ 5ഓ അല്ലെങ്കിൽ 10ഓ ആണെങ്കിൽ അതുതന്നെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ഇവിടെ D5 കിട്ടാൻ വേണ്ടി ഇതിലുള്ള 1 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ ഡിയിലേക്ക് പോകും. 4sലെ 1 ഇലക്ട്രോൺ 3ഡിയിലേക്ക് പോയാൽ 3d5, ദാറ്റ് ഈസ് ദ മോർ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതാണ് പറഞ്ഞത്, ടു ഗെറ്റ് ദ മോർ സ്റ്റെബിലിറ്റി ഈ രൂപത്തിലായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നുണ്ടാവുക. റെഡി? യെസ്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ട്, 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് എലമെന്റ് എക്സ് വിത്ത് അറ്റോമിക് നമ്പർ 23 ആണ് കൊടുത്തിരിക്കുന്നത്. Statement 2, the element X belong to 4th period and the second group in the periodic table. Which of the following correct regarding about the statement? ഈ 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, രണ്ടും കറക്റ്റ് ആണ്, രണ്ടും കറക്റ്റ് അല്ല, 1 കറക്റ്റ് ആണ്, 2 മാത്രം കറക്റ്റ് ആണ്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് ABCDയിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നിങ്ങളാണ് ഫൈനലൈസ് ചെയ്യേണ്ടത്. ഇപ്പൊ സിമ്പിൾ ആണ്, എഴുതി നോക്കുക, വരച്ചു നോക്കുക, എന്നിട്ട് ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഈ 3 ചാപ്റ്റർ ആയിട്ട് ചെയ്തു. കൂടുതൽ നിങ്ങൾ ചെയ്തിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ഈ ഫസ്റ്റത്തെ 3 ചാപ്റ്റേഴ്സ്. ആ രൂപത്തിൽ മുന്നോട്ട് പോവുക. കെമിസ്ട്രി നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്, തെറ്റിപ്പോകരുത്. നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഏത് ചാപ്റ്ററാണ്, ഏത് ടോപ്പിക്കാണ്, ഏത് സബ് ടോപ്പിക്കാണ്, നമ്മൾ എന്താണ് അവിടെ പഠിച്ചത്, കണക്ട് ചെയ്തുകൊണ്ട് ആൻസർ പെട്ടെന്ന് കിട്ടണം. അതിന് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓർഗാനിക്കൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നന്നായിട്ട് ചെയ്താൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ്റ്റേക്ക് എക്സാം എന്ത് ചെയ്യണ്ട, A+ കുറഞ്ഞ പരിപാടിയൊന്നുമില്ല. എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് A+ കിട്ടട്ടെ എന്ന് ഒരു ഓൾ ദ ബെസ്റ്റ് ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. കൂട്ടുകാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നമുക്ക് വീണ്ടും കാണാം. Thank you.